ഇപ്പോൾ നമ്മൾ കാണുന്നത് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാകുന്ന പിണറായി വിജയന്റെ വസതിയിലേക്ക് എത്തുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി എന്നതാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്, വസതിയിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഒരു ഒറ്റ ഫ്രെയിമിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള നിയമസഭയിൽ പരസ്പരം ഏറ്റുമുട്ടുന്നതും പിന്നീട് ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ രാഷ്ട്രീയ പ്രതികരണങ്ങളിലൂടെയൊക്കെ ഇരുവരും നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഇപ്പോൾ അദ്ദേഹം കൈകൊടുത്ത് അദ്ദേഹം കൈപിടിച്ച് വീട്ടിലേക്ക് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് പിണറായി വിജയൻ. വി.ഡി. സതീശനെ അദ്ദേഹം പിണറായി വിജയനെ കാണാൻ വേണ്ടി എത്തിയതാണ്. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രിയെ വസതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അടുത്തുണ്ട്. മകൾ വീണ വിജയൻ അടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പത്നി ഒപ്പമുണ്ട്. അവരെ സ്നേഹത്തോടുകൂടി അകത്തേക്ക് ക്ഷണിക്കുകയാണ്, അകത്തേക്ക് കൊണ്ടുവരികയാണ് നിയുക്ത മുഖ്യമന്ത്രി. അജ്മൽ ദറാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജ്മൽ, ഇതുവരെ പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ടുപേരാണ്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് വി.ഡി. സതീശനും ഭരണപക്ഷത്തു നിന്ന് മറുപടി പറയാൻ പിണറായി വിജയനും. ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിയിരിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ അദ്ദേഹം സ്വീകരിച്ച് അകത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് അജ്മൽ വിവരങ്ങൾ? അജ്മൽ ദറാർ നമ്മളോടൊപ്പം ചേരും വിവരങ്ങളുമായി അല്പസമയത്തിനകം. ചെറിയ സാങ്കേതിക പ്രശ്നമാണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലേക്ക് എത്തിയ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനെയാണ്. അദ്ദേഹം ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെയുള്ള കൂടിക്കാഴ്ചയുടെ തിരക്കുകൾ ഉള്ള ദിവസമാണ് ഇന്ന് നിയുക്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ചയാണ്. അതിനു മുൻപ് അദ്ദേഹം എല്ലാവരുടെയും അനുഗ്രഹാശിസുകളും സഹകരണവും ഒക്കെ ഉറപ്പുവരുത്തുകയാണ് ഈ സന്ദർശനങ്ങളിലൂടെ വി.ഡി. സതീശൻ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലേക്കാണ്. അദ്ദേഹത്തെ കൂടി കണ്ട് ഇനിയുള്ള തൻ്റെ ഭരണകാലത്ത് പ്രതിപക്ഷത്തിൻ്റെ കൂടി സഹകരണം ആവശ്യമാണ്. അതുകൂടി ഉറപ്പുവരുത്തുകയാണ് ഈ സന്ദർശനത്തിലൂടെ നിയുക്ത മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത്. പരസ്പരം ഏറ്റുമുട്ടുകയും പരസ്പരം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പിണറായി വിജയനും വി.ഡി. സതീശനും ഇപ്പോൾ പിണറായിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ കാണുകയാണ്. അദ്ദേഹത്തെ വീട്ടിലേക്ക് സ്നേഹപൂർവ്വം അകത്തേക്ക് കൊണ്ടുപോകുന്ന പിണറായി വിജയനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അജ്മൽ ദറാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അജ്മൽ, പറയൂ. ഇപ്പോൾ അജ്മൽ ദറാർ, എനിക്ക് തോന്നുന്നു അജ്മൽ നിർഭാഗ്യവശാൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഓഡിയോ ബ്രേക്കായി പോകുന്നുണ്ട്. സാരമില്ല അജ്മൽ, നമുക്ക് അത് കൂടുതൽ വിശദാംശങ്ങളൊക്കെ എടുക്കാം. ഇപ്പോൾ ഏറ്റവും പ്രധാനം ഈ ദൃശ്യങ്ങൾ തന്നെയാണ്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ വീണ്ടും കാണട്ടെ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ കാണാനെത്തിയ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണട്ടെ. പരസ്പരം വളരെ ശക്തമായ ഭാഷയിൽ ഏറ്റുമുട്ടിയിട്ടുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ് പിണറായി വിജയനും വി.ഡി. സതീശനും. ഇന്നിപ്പോൾ വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രിയാണ്. കേരളത്തിൻ്റെ അടുത്ത 5 വർഷത്തിൻ്റെ ഭരണസാരഥ്യം നിർവഹിക്കാൻ പോകുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം സാധ്യമാക്കിയ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വസതിയിലെത്തി കാണുകയാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ കൂടി സഹകരണം ഉറപ്പാക്കുക എന്നതാണ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ച എന്ന് നമുക്കിതിനെ പറയാം. വളരെ സന്തോഷകരമായ ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ച എന്നുകൂടി നമുക്കിതിനെ വിശേഷിപ്പിക്കാം. വളരെ സ്നേഹത്തോടുകൂടി ചിരിച്ച മുഖത്തോടു കൂടിയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സ്വീകരിക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്ന് സ്വീകരിച്ച് അദ്ദേഹം വസതിയിലേക്ക് കൊണ്ടുപോകുന്ന വീട്ടിലെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഇതുപോലെ ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു അവസരം ഉണ്ടായിരുന്നില്ല. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തായിരുന്നു വി.ഡി. സതീശൻ ഉണ്ടായിരുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ, അതിലെ പ്രശ്നങ്ങളെ, അതിലെ വീഴ്ചകളെയൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ശക്തമായി നിയമസഭയിൽ എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ്. പരസ്പരം വാക്കുകൾ കൊണ്ട് പരസ്പരം പരിക്കേൽപ്പിച്ചിട്ടുള്ള ആളുകളുമാണ് ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കളും. കേരളത്തിൽ അത്തരം നിരവധി രാഷ്ട്രീയ മുഹൂർത്തങ്ങൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ ക്യാപ്റ്റനായിരുന്ന പിണറായി വിജയൻ, കേരളത്തിലെ ക്യാപ്റ്റനായി മാറിയ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എന്നിവർ
രണ്ട് ടീമിനെ നയിച്ച ക്യാപ്റ്റന്മാർ അവർ ഇപ്പോൾ പരസ്പരം സ്നേഹത്തോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് പിണറായി വിജയന്റെ വസതിയിലെത്തിയ നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹം സ്വീകരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ആവർത്തിച്ച് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ജിബിൻ JB നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിബിൻ, പറയൂ. തന്നെയാണ് കാരണം കേരളത്തിന്റെ രണ്ട് ക്യാപ്റ്റന്മാർ ഇപ്പോൾ ഒന്നിച്ച് സൗഹൃദം പങ്കിടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിലാണ് ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ വസതിയിലേക്ക് എത്തിയാണ് നിയുക്ത മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ GK പറഞ്ഞതുപോലെ തന്നെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും വാക്കുകൊണ്ടുള്ള ായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവിന്റെ മറുപടികൾക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മറുപടി പറയുന്ന സാഹചര്യം നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. മുഖ്യമന്ത്രിയായ ശേഷം പഴയ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി കാണാനായി എത്തിയ, അല്ലെങ്കിൽ നിയുക്ത പ്രതിപക്ഷ നേതാവിനെ കാണാനായി എത്തിയ പുതിയ മുഖ്യമന്ത്രി അദ്ദേഹം രണ്ടുപേരും കൂടി സന്തോഷപൂർവ്വം സ്വീകരിച്ച വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും വീടിന്റെ അകത്ത് ഇപ്പോൾ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് മാത്രം കാണാൻ സാധിക്കുന്ന പ്രത്യേക തരം ഒരു കാഴ്ചയാണിത്. കാരണം പലയിടത്തും നമ്മൾ കാണുന്നതാണ് ഒരു നിയുക്ത മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ നിയമസഭയ്ക്ക് അകത്തും പുറത്തുമുള്ളത് മാത്രമല്ല വ്യക്തി ജീവിതത്തിൽ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാത്ത സാഹചര്യങ്ങൾ നമ്മൾ പലയിടത്ത് കണ്ടതാണ്. അല്ലെങ്കിൽ പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നേരിട്ട് നോക്കി നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സാഹചര്യം. ഒരാൾ ജയിച്ചു കയറി, ഒരാൾ വിജയിച്ചു കയറി, മറ്റൊരാൾ പരാജയപ്പെട്ടു. എന്നിരുന്നാൽ രണ്ടുപേരും നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്യാപ്റ്റന്മാരാണ്. ഒരാൾ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നു, ഒരാൾ പ്രതിപക്ഷത്തെ നയിക്കുന്നു. അങ്ങനെ ആ രണ്ടുപേരും ഒന്നിച്ച് സൗഹൃദം പങ്കിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇപ്പോൾ ഈ വീടിന്റെ അകത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹം ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന വീടിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും പുറത്തേക്ക് വരും. അപ്പോൾ ഈ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആകാംക്ഷയായി തുടരുന്നത്. കാരണം VD സതീശൻ, പിണറായി വിജയൻ, ഈ രണ്ടുപേരുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയപരമായി ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് രണ്ട് നേതാക്കളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച VD സതീശൻ അദ്ദേഹം തന്നെ ഇപ്പോൾ വിജയിച്ച മുഖ്യമന്ത്രിയായി എത്തിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റുവാങ്ങിയെങ്കിൽ പോലും ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പാർട്ടി ഉപേക്ഷിക്കാതെ പാർട്ടിയുടെ മുന്നിൽ തന്നെ നിന്ന് നയിച്ചുകൊണ്ട്, കാരണം വരുന്ന 5 വർഷത്തേക്ക് പ്രതിപക്ഷ നേതാവായി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്നതിന് വേണ്ടി തന്നെ അദ്ദേഹം വീണ്ടും പ്രതിപക്ഷ നേതാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ VK പ്രശാന്താണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ സഭയ്ക്കകത്തും കഴിഞ്ഞ 5 വർഷക്കാലം സഭയ്ക്കകത്തുണ്ടായിരുന്ന ആളാണ്. സഭയ്ക്കകത്തും പുറത്തും പല സന്ദർഭങ്ങളിലും രണ്ടുപേരും വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ തികച്ചും കണ്ടത് നമ്മുടെ നാടിൻ്റെ കൂടി ഒരു ഐക്യമാണല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നത് വളരെ നല്ലൊരു സന്ദേശം തന്നെയാണ്. ഇപ്പോൾ സഭയ്ക്കകത്തും മുൻ മുഖ്യമന്ത്രിയുടെ പ്രത്യേകത അദ്ദേഹം കുറച്ചുകൂടി ഷാർപ്പായി വസ്തുതകൾ നിരത്തിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. മറുഭാഗത്ത് പ്രതിപക്ഷവും ആ നിലയിൽ പറയുമ്പോൾ അതിനൊക്കെ കൃത്യമായി കണ്ടിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം എന്ന നിലയിൽ ഏറ്റവും മികച്ച ഒരു പ്രതിപക്ഷമായിരിക്കും ഇപ്പോൾ കേരള നിയമസഭയിൽ ഉണ്ടാവുക. അതിന് ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രത്യേകതയായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള കണക്കുകൾ വന്നല്ലോ. യഥാർത്ഥത്തിൽ ശ്രീ AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ മുണ്ടുമുറുക്കി കൊടുക്കാനും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴൊന്നും നടപ്പാവില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ കണക്കുകൾ സഹിതം പറയാനും കൃത്യമായ വസ്തുതകൾ അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു നിരയാണിപ്പോൾ പ്രതിപക്ഷത്ത് വന്നിരിക്കുന്നത്. അതിന് മുൻ മുഖ്യമന്ത്രിയാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഭരണപക്ഷം ജാഗ്രതയോടുകൂടി കാണേണ്ട ഒന്ന് തന്നെയായിരിക്കും. അതന്നെ. കാരണം GK ഭരണപക്ഷം ജാഗ്രതയോടുകൂടി തന്നെ കാരണം ഈ വരാൻ പോകുന്ന 5 വർഷക്കാലം പ്രതിപക്ഷത്തെ നയിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതൊക്കെ നിയമസഭയിൽ വരുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. VK പ്രശാന്ത് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ചയുടെ കൂടി ഒരു ജനാധിപത്യ അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ഏറ്റവും രസകരമായ സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ, മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായിരിക്കുന്ന പിണറായി വിജയനെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരിക്കുന്നു. ഇരുവരും സൗഹൃദം പങ്കിടുന്നു. പിണറായി വിജയൻ സ്വന്തം വസതിയിൽ അദ്ദേഹം ഇറങ്ങി വന്ന് കൈപിടിച്ച് സ്വീകരിക്കുകയാണ് VD സതീശനെ. നമുക്കറിയാം കേരളത്തിന്റെ ഈ സമീപകാലത്ത് ഏറ്റവും ശക്തമായ വാക്പോരുകൾ നടത്തിയിട്ടുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ് സഭയ്ക്കകത്തും പുറത്തും. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഈ ഭരണകാലത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിൻ്റെ പേരിൽ ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശൈലിയെ കടന്നാക്രമിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. നിയമസഭയിൽ നേരത്തെ VK പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ആരോപണങ്ങൾക്കൊക്കെ ശക്തമായ ഭാഷയിൽ തന്നെ പിണറായി വിജയൻ ഇതിനു മുൻപ് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി നിലയിൽ. അതൊക്കെ സഭയ്ക്കകത്തെ കാര്യങ്ങൾ. പുറത്ത് ഏറ്റവും സ്നേഹോഷ്മളമായ ആ ഒരു സൗഹൃദം പങ്കിടുകയാണ് ഇരുവരും. ആ ദൃശ്യങ്ങൾ
രസകരമായ സുന്ദരമായ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളെ ഒപ്പിയെടുത്തിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. നമുക്ക് ആ ദൃശ്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി കാണാം. അദ്ദേഹം ഇരുവരും മാധ്യമപ്രവർത്തകർക്ക് മുന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ സഹകരണം, പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉറപ്പാക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ പുറത്തിറങ്ങി വരുമ്പോൾ ഇരുവരും ചേർന്ന് മാധ്യമപ്രവർത്തകരെ കാണാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.